മലപ്പുറം തിരുവാലിയിൽ വവ്വാലുകൾ കൂട്ടത്തോടെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. വവ്വാലുകളെ കനത്ത ചൂട് കാരണമാകാം എന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ തിരുവാലിയിൽ നിപ്പ ബാധിച്ച് ഒരു യുവാവ് മരിച്ചിരുന്നു. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, എപ്പോഴാണ് വവ്വാലുകളെ ഇങ്ങനെ കൂട്ടമായി ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്? നമുക്ക് വിദഗ്ധരിൽ നിന്നുള്ള അഭിപ്രായം തേടുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത് ശാന്തകുമാർ? ലക്ഷ്മി, ഇന്നലെയാണ് ഈ വവ്വാലുകൾ കൂട്ടത്തോടെ ചത്തനില കണ്ട് തിരുവാലിയിലെ 13-ാം വാർഡിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു കാഞ്ഞിരമരത്തിൽ തമ്പടിച്ചിരുന്ന വവ്വാലുകളാണ്, വവ്വാലിൻ്റെ കുട്ടികളെയാണ് ചത്തനിലയിൽ കണ്ടത്. ഏകദേശം 17ഓളം കുട്ടികൾ ചത്തു എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തത്. ഈ വവ്വാലുകളുടെ, ഈ ചത്ത വവ്വാൽ കുട്ടികളുടെ രക്തസാമ്പിൾ എടുത്ത് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കാരണം ഈ വവ്വാലുകളുടെ ചത്തു വീഴുന്ന സാഹചര്യം എന്താ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി നോക്കുന്നത്. കാരണം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് തിരുവാലിയിൽ ഒരു യുവാവ് നിപ്പ ബാധിച്ച് മരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അവയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ആരോഗ്യവകുപ്പും വനം വകുപ്പും ഇതിന് ശക്തമായ ഒരു നിലപാടുമായി മുന്നോട്ട് പോകുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ റിസൾട്ട് വരും. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള റിസൾട്ട് വന്നാൽ മാത്രമേ ഇതിൻ്റെ കാരണം എന്തെന്ന് മനസ്സിലാവുള്ളൂ. പക്ഷേ പ്രാഥമികമായി വനം വകുപ്പ്, വെറ്റിനറി സർജൻ ഉൾപ്പെടെയുള്ളവർ വിലയിരുത്തുന്നതും അത് ചൂട് കാരണമാണ്, കനത്ത ചൂട് കാരണമാണ് ഇങ്ങനെ ഒരു കൂട്ടത്തോടെ ചാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് വവ്വാലിൻ്റെ കുട്ടികൾ കൂട്ടത്തോടെ ചാവുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാണ്. വലിയ വവ്വാലുകൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ കുട്ടി വവ്വാലുകൾക്കാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ വിശദമായി പരിശോധിക്കുക, അന്വേഷിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പും ആരോഗ്യവകുപ്പും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇതിൻ്റെ രക്ത സാമ്പിൾ അയച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി ഇതിൻ്റെ ഫലം വരുമെന്നാണ് പഞ്ചായത്തും അറിയിക്കുന്നത്. ലക്ഷ്മി. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത്.